വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താൽ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മുൻ എപ്പിസോഡുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും കാണണം കേട്ടോ. അമ്മ അറിവാണ്, അറിവിലേക്ക് നയിക്കുന്ന വിദ്യാശക്തിയുമാണ്. അറിവിൽ നിറഞ്ഞിരിക്കുന്ന മാതൃഭാവത്തെ പ്രണമിച്ചിട്ട് മഹാജ്ഞാനസാഗരത്തിൻ്റെ അടിത്തട്ടിലേക്ക് വരൂ. ഇവിടെ ഭേദഭാവങ്ങളില്ലാത്ത മാതൃകാസ്ഥാനം നിങ്ങൾക്കായി നാം കാത്തുവച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരു മന്ത്രിക്കുകയാണ്. നാം ഓരോരുത്തരും സ്വന്തം ഹൃദയത്തിലേക്ക് കാതോർത്താൽ ആ നിമന്ത്രണം കേൾക്കാൻ സാധിക്കും. അതിന് സാധിക്കാത്തവരെ ഗുരുവിൻ്റെ ഹൃദയമന്ത്രം കേൾക്കാൻ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയാണ് ഗുരുവിൻ്റെ ഉണർത്തുപാട്ടുകളെ ഓരോ ഗൃഹ അന്തരീക്ഷത്തിലേക്കും എത്തിക്കുന്ന ദൗത്യവുമായി ഓരോ മാസവും ഗുരുസാഗരം മാസിക നിങ്ങളിലേക്കെത്തുന്നത്. ഗുരുദർശനം കലർപ്പില്ലാതെ പഠിക്കാൻ ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. ഗുരുസാഗരം മാസിക ഒരു വർഷത്തേക്ക് തപാലിൽ ലഭിക്കാൻ 600 രൂപ അടച്ചാൽ മതിയാകും. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ്. പണം അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. വിലാസം അയക്കേണ്ട നമ്പർ 62 82 31 92 94. മോക്ഷം കൊതിക്കുന്നവർക്കുള്ള ഗുരുതീർത്ഥം നിറച്ച പൂർണ്ണ കുംഭമാണ് ഗുരുസാഗരം മാസിക. അത് നുകരാനുള്ള ഭാഗ്യം എല്ലാ സുഹൃത്തുക്കൾക്കും ലഭിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗുരുസാഗരം മാസികയുടെ ആദ്യത്തെ കവർ സ്റ്റോറിയായ ആ അമ്മ അറിവ്, ഗുരുസ്തവം 5-ാം പദ്യം, അർത്ഥവിചാരം എന്നിവയാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ആദ്യം കവർ സ്റ്റോറി നോക്കാം. ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ആചാര്യനുമായിരിക്കുന്ന ശ്രീ സജീവ് കൃഷ്ണൻ സാറാണ് ഈ കവർ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അനന്തമായ ആകാശച്ചെരുവിനെ മൂടി നിൽക്കുന്ന മഴമേഘക്കെട്ടിൽ നിന്ന് നീർത്തുള്ളികൾ ഭൂമിയിലേക്ക് പായുന്നത് കണ്ടിട്ടില്ലേ? അമ്മേ എന്ന് ആർദ്രമായി കേണുകൊണ്ട് ഓടിവരുന്ന കുഞ്ഞിനെ പോലെയാണത്. സമുദ്രത്തിലും മണ്ണിലും പർവ്വതങ്ങളിലും വൃക്ഷത്തലപ്പുകളിലും പാഴ്ചേറിലുമൊക്കെയായി അവ വിധിയാംവണ്ണം പതിക്കുന്നു. പിന്നീട് ഒരുപാട് ജീവിതാനുഭവങ്ങൾ താണ്ടി ഉരുകി ആവിയായി വീണ്ടും മഴമേഘക്കൂട്ടിൽ തിരികെ എത്തുന്നു. ഒന്നോർത്താൽ ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതചക്രവും? സമുദ്രങ്ങളിലും സമതലങ്ങളിലും പർവ്വതങ്ങളിലും ഗർത്തങ്ങളിലും പതിക്കുന്ന മഴത്തുള്ളികൾ എല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് പുറപ്പെട്ടവയാണ്. പുറപ്പെട്ട ഇടത്ത് തിരികെ എത്തണം എന്നാണ് അവയുടെ എല്ലാം ലക്ഷ്യം. സമുദ്രത്തിലും നദികളിലും തടാകങ്ങളിലും പതിച്ചവയ്ക്ക് അത് എളുപ്പം സാധിക്കും. എന്നാൽ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങിപ്പോയവർക്ക് അത് പെട്ടെന്ന് സാധ്യമല്ല.
പക്ഷേ അവരാണ് ജീവനെ നിലനിർത്തുന്ന ദൈവസാന്നിധ്യമായി മാറുന്നത്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം ചെയ്ത് കൃപാലുക്കളായി പരിണമിച്ചാണ് ആ ജലത്തുള്ളികൾ തിരികെ പോകുന്നത്. അതുപോലെ ഒരു മടക്കം നമുക്കും വേണ്ടേ? ലോകം സ്നേഹിക്കുന്ന, ഓർത്തിരിക്കുന്ന നാമരൂപങ്ങളെ സമ്മാനിച്ചിട്ട് അനാദിയായ സത്യത്തിലേക്ക് തിരികെ ചെന്നു ചേരുന്ന ജീവിതം. അതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്നും തന്നെയില്ല. അങ്ങനെയൊക്കെ മനുഷ്യന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് 19-ാം നൂറ്റാണ്ട് നൽകിയ ഉത്തരമാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യവും ധർമ്മവും മനുഷ്യകുലത്തെയാകെ ബോധിപ്പിക്കാൻ പുരുഷാകൃതി പൂണ്ടുവന്ന ദൈവമാണ് ഗുരു. അറിവിൽ നിന്നാണ് നാം 1000 ത്രിപുടികളായി വേർപിരിഞ്ഞ് അവൻ ഇവൻ എന്ന ഭാവത്തിൽ ജീവിക്കുന്നത്. അറിവിലേക്കുള്ള മടക്കയാത്രയാവണം ജീവിത ലക്ഷ്യം. അറിവിലമർന്ന് അതുമാത്രമായി തീരുകയാണ് അതിനുള്ള ഏകമാർഗം. അതിനൊരു യുക്തിഭദ്രമായ വഴി ഭഗവാൻ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. ആ അമ്മ അറിവ് എന്ന വഴി. ആ എന്ന ആദിമൂലത്തിൽ നിന്ന് അമ്മയിലേക്ക്, അമ്മയിലൂടെ അറിവിലേക്ക്, ദൈവദത്തമായ ജീവിതത്തിൻ്റെ ദൈവീകമായ പരിസമാപ്തിയിലേക്ക് നയിക്കുന്ന ഈ വിശുദ്ധ വഴിയെ എങ്ങനെ സാധ്യമാക്കാമെന്നാണ് ഈ ആത്മാന്വേഷണക്കുറിപ്പിൽ പ്രതിപാദിക്കുന്നത്. അകാരം കൊണ്ട് നാം ആദ്യം വിളിച്ചത് അമ്മയെന്നായിരുന്നു. പിന്നീട് ആ എന്ന അക്ഷരം മണലിൽ എഴുതി നാം നടന്നു കയറിയത് അറിവിലേക്കാണ്. എന്നാൽ അക്ഷരത്തോടും അമ്മയോടും അറിവിനോടും പുലർത്തേണ്ടുന്ന നന്ദിപൂർവമുള്ള വിധേയത്വവും സ്നേഹവും സമർപ്പണവും കൈവിട്ടു പോയതാണ് ആധുനിക സമൂഹത്തിലെ മൂല്യച്യുതികൾക്ക് മൂലകാരണം. അമ്മ എന്ന വാഗധീശ്വരി അറിവിൻ്റെ ആദ്യ അക്ഷരത്തിനും അറിവിൻ്റെ പൂർണ്ണതയ്ക്കും ഇടയിൽ നിലകൊള്ളുന്നു എന്നാണ് നാം ആദ്യം അറിയേണ്ട അറിവ്. അമ്മ എന്ന സത്യത്തെ മറന്നുകൊണ്ട് മനുഷ്യൻ ഭൂമി തുരന്ന് താഴേക്ക് പോയാലും ആകാശം തുരന്ന് മുകളിലേക്ക് സഞ്ചരിച്ചാലും പായ്ക്കപ്പൽ ഓടിച്ച് ഭൂമിക്ക് വൃത്തം വരച്ചാലും പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാൻ കഴിയില്ല. ജീവിതാവബോധം ഉണരാത്ത ക്ലാവ് പിടിച്ച ബുദ്ധിയുമായി ജീവിച്ചു തീർക്കേണ്ടി വരും. ജീവിതാനന്ദം നിറയുന്ന വഴിയിലൂടെ ഒരായുസ് മുഴുവൻ സഞ്ചരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും പ്രിയം. അങ്ങനെ ഒരു വഴി പക്ഷേ ഭൂരിഭാഗം പേർക്കും തെളിയുന്നില്ല. അതിനാൽ നാം ദീനം പിടിച്ചും തമോ സുഖങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചും ഇവിടെ ജീവിക്കുന്നു. സത്യം ഏതാണ്, അസത്യം ഏതാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. നിത്യമേതാണ്, അനിത്യമേതാണ് എന്ന് വേർതിരിച്ചറിയാൻ വിവേകം ഉദിക്കുന്നതേയില്ല. അതിനാൽ അനിത്യമായതൊക്കെ നിത്യമെന്നു കരുതിയും അസത്യം തൊങ്ങലിട്ട് സത്യത്തിൻ്റെ രൂപത്തിൽ വരുന്നത് തിരിച്ചറിയാതെയും നാം ജീവിതമാകുന്ന പാരാവാരത്തിൽപ്പെട്ട് ഉഴലുന്നു. ആടലാം കടലിൽ വീണുകിടന്ന് മനുഷ്യരാശിയാകെ വെള്ളം കുടിക്കുന്ന ഈ കാഴ്ച കണ്ടിട്ടാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു പ്രപഞ്ചത്തിൻ്റെ അമ്മയെ വിളിച്ചുണർത്തിയിട്ട് നേരായി വന്നിടുക വേറാരുമില്ല ഗതി ഹേ രാജയോഗ ജനനി എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചത്. ജനനീ നവരത്നമഞ്ജരിയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ജീവിതാനന്ദത്തിൻ്റെ വളരെ ലളിതമായ വഴിയാണ് ആ അമ്മ അറിവ് എന്നത്. പരമമായ അറിവിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ അകാരത്തെയും അമ്മയെയും നന്നായി അറിയണം. അമ്മയുടെ അനുമതിയില്ലാതെ നമുക്ക് അറിവിൽ പ്രവേശനം ലഭിക്കില്ല. അറിവ് നേടാനുള്ള നേരാം വഴി അക്ഷരബോധത്തിലൂടെ അമ്മ അനുഭവത്തിലേക്കും അമ്മയുടെ അനുമതിയോടെ പരമസത്യത്തിലേക്കും സഞ്ചരിക്കുക എന്നതാണ്. അകാരത്തെ നമിച്ച് തുടങ്ങാം. ആദ്യാക്ഷരം എന്ന വിളിപ്പേരിന് ഭാഗ്യം ലഭിച്ചവളാണ് ആ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ എല്ലാ ഭാഷകളുടെയും ആദ്യ അക്ഷരം ആ തന്നെയാണ്. അതിനാൽ മൂലസ്വരം എന്നാണ് വിളിപ്പേര്.
ആ എന്നുച്ചരിക്കുമ്പോൾ നാവ് ഒരിടത്തും തൊടാതെ വായുവിലാണ് നിലകൊള്ളുന്നത്. അതിനാൽ ആ കണ്ഠ്യസ്വരമാണ്. വിവേചകമായി ഉപയോഗിക്കുമ്പോൾ ആ എന്ന് പ്രയോഗിച്ചാൽ അവൻ, അവൾ, അപ്പുറം, ഇങ്ങനെ, അടുത്തില്ലാത്തത് എന്ന അർത്ഥം വരും. പേരച്ച പ്രത്യയമാകുമ്പോൾ എന്നും വന്നു, വന്ന എന്നിങ്ങനെയും അർത്ഥമുണ്ട്. ശക്തനെ അശക്തനാക്കാനും ശുദ്ധത്തെ അശുദ്ധമാക്കാനും ഒരേ സമയം അകാരത്തിന് സാധിക്കും. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒന്നിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ഏകാക്ഷരമാണ് അകാരം. പ്രപഞ്ചമുണ്ടാകുന്നതിനു മുമ്പേ ഉണ്ടായ ആദി ശബ്ദമാണ് ഓംകാരം. ഓംകാരം തുടങ്ങുന്നതും ആ എന്ന അക്ഷരത്തിലാണ്. ആ, ഉ, അം ആണ് ഓം. അകാരോ വിഷ്ണുരുദ്ദിഷ്ട എന്നാണ് പറയുന്നത്. അകാരത്തിന് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്നുമൊക്കെ അർത്ഥമുണ്ടെന്നും ഭാഷാശാസ്ത്രം പറയുന്നു. ആ എന്ന അക്ഷരം മണലിൽ കൈ ഉരഞ്ഞ് ചോര പൊടിയും വരെ എഴുതിയാണ് നാം ഹൃദിസ്ഥമാക്കിയത്. ആ എന്നത് അറിവിൻ്റെ ആദ്യാക്ഷരമായതിനാൽ നൊന്തു തന്നെ അറിയണം. നൊന്തു പെറ്റ കുഞ്ഞിനോട് അമ്മയ്ക്കുള്ള ഹൃദയ അടുപ്പം അക്ഷരത്തോടും വാക്കുകളോടും ഭാഷയോടും അതിൻ്റെ ആഴത്തോടും നമുക്കുണ്ടാവണം. അതിനാണ് അരിയിലും മണ്ണിലും എഴുതി പഠിക്കുന്നത്. അറിവിലുമേറിയറിഞ്ഞിടുന്നവന്തൻ ഉരുവിലുമൊത്തു പുറത്തുമുജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങിയോതിടേണം എന്ന് ആത്മോപദേശ ശതകം ഭഗവാൻ പാടിത്തുടങ്ങുന്നത് ആ എന്ന അറിവിൻ പൊരുളിൽ നിന്നാണ്. അതിനാൽ അറിവിനെ നമിക്കുന്നതുപോലെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി നാം അകാരത്തെയും നമിക്കണം. നമിച്ചുകൊണ്ട് ഭുജിക്കുക എന്നതാണ് അറിവുള്ളവൻ്റെ ശീലം. എന്നാൽ പണം കൊടുത്ത് ഭുജിക്കുക എന്ന കച്ചവടവൽക്കരണം കടന്നു വന്നപ്പോൾ അറിവിൻ്റെ ഇടങ്ങളും അന്നം നൽകുന്ന ഇടങ്ങളും ഒരുപോലെ പണസംബന്ധിയായി. ഇന്ന് ഒരു കുഞ്ഞും വിരലുരഞ്ഞ് നൊന്ത് അകാരത്തെ അറിയുന്നില്ല. മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ എല്ലാം അറിയാം എന്ന് പറയുന്നവർക്കിടയിൽ മണലും വിരലും തമ്മിൽ ഉരയുന്ന ബന്ധത്തിന് എന്തു പ്രസക്തി? അകാരമാമെഴുത്താദിയാകുമെല്ലാ എഴുത്തിനും ലോകത്തിന്നേകനാമാദി ഭഗവാനാദിയായിടും എന്ന് തിരുക്കുറലിന് ഭഗവാൻ രചിച്ച ഭാഷ്യം കടവുൾ വാഴ്ത്തിൽ പറയുന്നു. അക്ഷരങ്ങൾക്കെല്ലാം അകാരം എന്ന അക്ഷരം ആരംഭമാകുന്നു. പ്രപഞ്ചോൽപത്തിക്ക് മുമ്പ് രണ്ടല്ലാതെ ഒന്നായി വിളങ്ങിയിരുന്ന ഈശ്വരൻ ഈ പ്രപഞ്ചത്തിനും ആദികാരണമാണെന്ന് നാം അറിയേണ്ടതാണ് എന്നാണ് ഇതിനർത്ഥം. ആദിയെ നന്ദിയോടെ സ്മരിക്കുന്നതാണ് എല്ലാ നല്ല തുടക്കങ്ങളുടെയും ലക്ഷണം. അതുകൊണ്ടാണ് നാം ഇവിടെ അകാര നമസ്കാരം ചെയ്തുകൊണ്ട് എഴുതി തുടങ്ങുന്നത്. അടിസ്ഥാനം കെട്ടുറപ്പില്ലെങ്കിൽ അതിനു മുകളിൽ കെട്ടുന്നതൊക്കെയും പൊളിഞ്ഞു വീഴും. മനുഷ്യജീവിതത്തിന് ശരിയായ ഒരു അടിത്തറയുണ്ട്. പക്ഷേ അതെന്താണെന്ന ബോധമില്ലാതെ ജീവിക്കുന്നവർ കെട്ടിപ്പൊക്കിയ പരിശ്രമങ്ങളെല്ലാം ഫലമില്ലാതെ പോകും. ആദിയെ നമിക്കുന്നത് അറിവില്ലായ്മയാണെന്നും അന്ധവിശ്വാസമാണെന്നും നാം എന്നു പഠിച്ചുവോ? പള്ളിക്കൂടത്തിലെ വാദ്യാർ എന്നു മുതൽ വെറും സർക്കാർ ജീവനക്കാരനായി മാറിയോ? അന്നൊക്കെയാവും അറിവിനോട് അടുപ്പമില്ലാത്ത ആധുനിക ലോകത്തിന് തുടക്കമായത്. ഉണ്ടായി മറയുന്ന പ്രപഞ്ചഘടകങ്ങൾ ആദിയിൽ എന്തായിരുന്നുവോ അതാണ് സത്യം. ജഗത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, പ്രളയം, വിദ്യാവിദ്യകൾ എന്നിവയ്ക്കെല്ലാം നിയന്താവായിരിക്കുന്ന ബോധസത്യമാണ് ഗുരുവിൻ്റെ ഭാഷയിൽ അറിവ് എന്നത്. ആ അറിവിലേക്ക് എത്താനുള്ള യാത്രയ്ക്ക് തുടക്കമായിട്ടാണ് ആദിയെ നമിക്കുന്നു എന്ന സങ്കല്പത്തോടെ അകാരത്തെ നമിക്കുന്നത്.
അഹന്തയെ വെടിഞ്ഞുകൊണ്ട് ആ എന്നെഴുതിയാൽ നമുക്ക് അമ്മ എന്ന അറിവിൻ്റെ ആദിഭാവത്തിലേക്ക് എത്താം. അമ്മ അച്ഛൻ്റെ ബീജത്തിൽ പ്രാണാംശമായി അമ്മയുടെ ഗർഭപാത്രത്തിലെത്തുന്ന നമുക്ക് ശരീരവും വികാസം പ്രാപിച്ച അവയവങ്ങളും ബുദ്ധിയും ഉണർവുമെല്ലാം ലഭിക്കുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മയാണ് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും യഥാർത്ഥ അവകാശി. അച്ഛനിൽ നിന്ന് ലഭിച്ച പ്രാണാംശത്തിൻ്റെ പൊരുൾ തേടി ബ്രഹ്മസത്യത്തിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് അമ്മയുടെ അനുമതി വേണം. ശരീരവും ബുദ്ധിയും മനസ്സുമെല്ലാം അമ്മയുടേതായതിനാൽ അവയുടെ പിടിയിൽ നിന്ന് യാചിച്ച് ശരീരബോധം വെടിയാനും വികാരങ്ങളെ അതിജീവിച്ച് വൈരാഗിയാകാനും ഇന്ദ്രിയാനുഭവങ്ങളെ മറികടന്ന് സത്യാനുഭവം നേടാനും അമ്മയാകുന്ന പ്രകൃതി അനുവദിക്കുക തന്നെ വേണം. പ്രകൃതിയുടെ അനുമതി നേരിട്ട് വാങ്ങാൻ നമുക്ക് സാധിക്കില്ല. അതിനാൽ സൃഷ്ടികാരിണിയായ പ്രകൃതിയെ നാം പെറ്റമ്മയിൽ കാണുന്നു. അമ്മയുടെ അനുമതി വാങ്ങുന്നതിലൂടെ പ്രകൃതിയുടെ അനുമതിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആദിശങ്കരൻ തപസ്സിന് പോകും മുമ്പേ അമ്മയുടെ അനുമതി വാങ്ങിയത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. അത് സന്യാസത്തിനല്ലേ? സാധാരണ കുടുംബജീവിതത്തിന് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചിലർ ചോദിച്ചേക്കാം. ജീവിതം എല്ലാവർക്കും തികച്ചും സാധാരണം തന്നെയാണ്. ജഗത് ഗുരുക്കന്മാരും നമ്മളും ജനിക്കുന്നത് ഒരേ പ്രക്രിയയിലൂടെയാണ്. ആർക്കും ദിവ്യഗർഭമൊന്നും കിട്ടില്ല. അങ്ങനെ കിട്ടി എന്ന് പറയുന്നതൊക്കെ കഥകൾ മാത്രമാണ്. എന്നാൽ ആർക്കാണോ താൻ ഇവിടെ ജനിക്കുന്നതിന് കാരണമായ സത്യത്തിനോട് അദമ്യമായ നന്ദിയും ഭക്തിയും ഉണ്ടായിരിക്കുന്നത്, അവർ ജഗത്തിൻ്റെ വഴികാട്ടികളായ മഹാഗുരുക്കന്മാരായി പരിണമിക്കുന്നു. മറ്റുള്ളവർക്ക് സ്വയം ഉണർന്നു കിട്ടാത്ത സത്യബോധത്തെ അവർ ഭാഷയിലൂടെയും കഥകളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും ഉണർത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് അറിവിൻ്റെ ലോകക്രമം എന്ന് പറയുന്നത്. അസാധാരണ ജീവിതം നയിക്കാനല്ല, സാധാരണ ജീവിതം ധന്യമാക്കുന്നതിനാണ് അറിവ് നേടേണ്ടത്. ദൈവം നമ്മെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് ധന്യരാക്കുവാൻ വേണ്ടിയാണ്. അന്നവും വസ്ത്രവും സാധാരണ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അത് തരുന്ന ദൈവം നമുക്ക് തമ്പുരാനാണ് എന്ന നന്ദിപൂർവമായ സ്മരണയുണ്ടായാൽ ജീവിതം ധന്യമാകും. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് കഴിക്കുന്നു, ഉടുക്കുന്നു എന്ന അഹന്തയാണ് ഈ നന്ദി സ്മരണയിലൂടെ ഇല്ലാതാകുന്നത്. അഹന്ത ഇല്ലാതാകുന്ന അവസ്ഥയാണ് അറിവ് എന്ന് പറയുന്നത്. അമ്മയാണ് അറിവിലേക്ക് നടത്താൻ നമ്മെ കൈപിടിക്കുന്നത്. അമ്മ അങ്ങനെ വന്ന് കൈപിടിക്കണമെങ്കിൽ അന്നാദിയിൽ പ്രിയമുണർന്നതിനാൽ ഞാൻ ആടലാം കടലിൽ വീണുപോയ അമ്മേ എന്ന് ഉത്ബോധത്തോടെ പശ്ചാത്തപിക്കണം. ആദ്യാക്ഷരം മണലിൽ എഴുതുമ്പോഴുള്ള നോവുകൊണ്ട് കരയുന്നതുപോലെ പുതിയ ജീവിതാവബോധത്തിലേക്ക് കടന്നു കയറാനാണ് അമ്മയെ എന്ന് വിളിച്ച് നാം തെറ്റുകൾ ഏറ്റുപറയേണ്ടത്. ഒന്നായിരുന്ന ആദിമബോധം പ്രപഞ്ചശക്തിയായ അമ്മയുടെ ലീല കാരണം 1000 ത്രിപുടിയായി വേർപിരിഞ്ഞതിൽ ഒന്നാണ് ഞാൻ എന്ന അറിവാണ് ആദ്യത്തെ അറിവ്. അമ്മയിൽ നിന്നാണ് ബോധത്തിൻ്റെ ത്രിപുടി രൂപമായ എൻ്റെ ജനനം എന്ന അറിവും ഇതുതന്നെയാണ്. അമ്മയിലൂടെ ശരീരരൂപിയായി തീർന്ന എനിക്ക് ഞാൻ പുറപ്പെട്ട അതേ ബോധത്തിലേക്ക് മഴത്തുള്ളികൾ ആവിയായി മേഘങ്ങളിലേക്ക് മടങ്ങുന്നതുപോലെ മടങ്ങണം. ഈ ആഗ്രഹമാണ് അറിവിലേക്കുള്ള വഴിയിൽ നാം പുലർത്തേണ്ടത്. വഴി തെളിക്കാൻ സഹായം ചോദിക്കുന്നവർക്ക് അമ്മ നൽകുന്ന ഊന്നുവടിയാണ് വിദ്യ. ഊന്നുവടി നമ്മെ നടത്തില്ല. നാം അതുപയോഗിച്ച് സ്വയം നടക്കാൻ അഭ്യസിക്കണം. അതുപോലെ വിദ്യ നമ്മെ ഇങ്ങോട്ട് വന്ന് സഹായിക്കില്ല. നാം അതിനെ ഉപയോഗിക്കാൻ അഭ്യസിച്ച് ശീലിക്കണം. വിദ്യ അഭ്യസിക്കുന്നത് അറിവിനെ അറിയാനാണ്, ജോലി വാങ്ങാനല്ല, പണം സമ്പാദിക്കാനുമല്ല. അക്കാര്യം മറന്നു പോകുന്നതുകൊണ്ടാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ടും
വിവേകമില്ലാത്തവർ ഉണ്ടാകുന്നത്. വിദ്യാസമ്പന്നമായ സമൂഹം തന്നെയാണ് അഴിമതിയും സ്വജനപക്ഷപാതവും തൊഴുത്തിൽ കുത്തും തമ്മിൽ തല്ലും അക്രമവും പീഡനവുമൊക്കെ നടത്തുന്നത്. മത്സരിച്ചാണ് വിദ്യാഭ്യാസം പോലും നേടാൻ ആധുനികർ ശ്രമിക്കുന്നത്. അതാണ് ധർമ്മക്ഷയത്തിനും മൂല്യക്ഷയത്തിനും കാരണമാകുന്നത്. അറിവിനെ വിട്ട് അജ്ഞതയെ വരിച്ചതിൻ്റെയെല്ലാം തിക്തഫലങ്ങൾ നമ്മെ പൊറുതിമുട്ടിക്കുന്നുണ്ട്. സമാധാനം എന്നത് വില കൊടുത്തു വാങ്ങാനാവില്ല എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. സുരക്ഷിത ജീവിതം പരസ്പര സ്നേഹത്തിൽ നിന്നല്ലാതെ പോലീസ് പ്രൊട്ടക്ഷനിൽ നിന്ന് ലഭിക്കുന്നതല്ലെന്ന് പദവിയും പണവും അധികാരവും കൊതിച്ച് പാഞ്ഞവർക്ക് പോലും പിടികിട്ടി തുടങ്ങി. എന്നിട്ടും പരിഹാരത്തിനായി അറിവിലേക്കും അമ്മയിലേക്കും ദൈവത്തിലേക്കും നോക്കാനുള്ള തിരിച്ചറിവില്ലെന്നു മാത്രം. ലോകത്തെ രക്ഷിക്കാൻ മനുഷ്യനിൽ മനുഷ്യത്വം നിറയ്ക്കുക എന്നത് മാത്രമാണ് പോംവഴി. അതിനായി ഗുരു ഉപദേശിച്ച വിദ്യാമാർഗം ആചരിച്ച് ശീലിപ്പിക്കുക. അത് മതത്തിൻ്റെയോ ജാതി അതിർവരമ്പുകളുടെയോ പിടിയിൽ ഒതുങ്ങുന്നതല്ല. സ്വതന്ത്ര ബുദ്ധിയോടെ ദേശകാല ജാതി മത വേഷഭാഷാ പരിമിതികളെ മറികടന്നുകൊണ്ട് മനുഷ്യർ ഒന്നടങ്കം ഈ പ്രക്രിയയിൽ പങ്കാളികളാവണം. അക്ഷരത്തോടും അമ്മയോടും സ്നേഹാതിരേകം വളർത്തുക എന്നതാണ് അതിൻ്റെ ആദ്യപടി. പെറ്റമ്മയെ വിലയില്ലാത്തവർക്ക് പ്രകൃതിയോടും ക്രൂരത കാട്ടാൻ സാധിക്കും. എല്ലാവരും ആത്മസഹോദരർ എന്ന ഗുരുവാക്കിന് അവരിൽ യാതൊരു സ്വാധീനവും ചെലുത്താൻ സാധിക്കില്ല. അമ്മയെ അറിയുന്ന ഹൃദയം ലാഘവത്വം നിറഞ്ഞതായിരിക്കും. അവിടെ പോരടിക്കൽ ഉണ്ടാവില്ല. മാതൃഭക്തിയിൽ ലയിച്ച ഹൃദയമുള്ളവർക്ക് ബുദ്ധിസ്ഥിരതയുണ്ടാകും. അവരുടെ കർമ്മങ്ങൾ ഒരിക്കലും വഴിതെറ്റില്ല. മനസ്സ് ചാഞ്ചാടില്ല. അസൂയ, കുശുമ്പ് ആദിയായ അവിദ്യാവികാരങ്ങൾ അവർക്ക് അന്യമായിരിക്കും. അതാണ് അമ്മഭക്തി കൊണ്ട് നേടേണ്ടത്. എന്നാൽ അമ്മയെന്നു പറയുമ്പോൾ പെറ്റമ്മ മുതൽ വിശ്വാസങ്ങളിലെ വിവിധ ദേവീഭാവങ്ങളൊക്കെയും മുന്നിൽ വരും. ഇതിൽ ഏത് അമ്മയെയാണ് ആശ്രയിക്കേണ്ടത് എന്ന ചോദ്യവും ഉയരും. പെറ്റമ്മയോട് സ്നേഹവും നന്ദിയും കടപ്പാടും പുലർത്തി ജീവിക്കുക. ഭജിക്കേണ്ടത് പെറ്റമ്മമാർക്കും ആദി അമ്മയാകിയ പരാശക്തിയെയാണ്. പാർവതി, ലക്ഷ്മി, സരസ്വതി, ദുർഗ, കാളി, ഭദ്ര, ചാമുണ്ഡി എന്നിങ്ങനെ വിവിധ നാമങ്ങളിലാണ് ഭാരതീയ ദർശനത്തിൽ അമ്മ ശക്തിയെ കാണുന്നത്. ക്രിസ്ത്യൻ വിശ്വാസത്തിലും അമ്മയുണ്ട്. അത് കന്യകാമറിയമാണ്. എന്നാൽ ഗുരു നമുക്കായി നൽകിയ അമ്മ ശാരദയാണ്. എന്താണ് ശാരദ എന്ന ബിംബത്തിലൂടെ അമ്മയെ അറിയാൻ ഭഗവാൻ നിർദ്ദേശിച്ചത്? ആദിശക്തിയെ അവിദ്യാശക്തിയെന്നും വിദ്യാശക്തിയെന്നും രണ്ടായിട്ടാണ് ഗുരു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അവിദ്യാശക്തി ഇവിടെ എല്ലാം ഭിന്നമാണെന്ന് കാണിച്ചും അനുഭവിപ്പിച്ചും നമ്മെ തെറ്റിദ്ധരിപ്പിക്കും. അവളുടെ ആവശ്യം അവൾ നടത്തുന്ന പ്രപഞ്ച നാടകത്തിൻ്റെ പൊരുൾ ആരും അറിയരുത് എന്നതാണ്. പൊരുൾ വെളിപ്പെട്ടാൽ പിന്നെ നാടകത്തിന് എന്തു പ്രസക്തി? അത് വെളിപ്പെടാതിരിക്കാൻ ഒരു സംവിധായകൻ്റെ കൈവഴക്കത്തോടെ സാഹചര്യങ്ങളെ മുഴുവൻ വിനിയോഗിക്കുന്നവളാണ് അവിദ്യാശക്തി. കാളി അവിദ്യാശക്തിയാണ്. അതാണ് കാളിമയാർന്നവൾ കാളി എന്ന് പറയുന്നത്. കാളിമ ഇരുട്ടാണ്, അവ്യക്തം എന്നും പറയും. എന്താണ് ഇരുളിൽ നടക്കുന്നതെന്ന് നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കില്ലല്ലോ. ബുദ്ധിക്ക് ഇരുൾ ബാധിച്ചവർക്കും ചുറ്റിനും നടക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയുക സാധ്യമല്ല. ജീവിത രഹസ്യങ്ങളെ ഇരുളിൽ അവ്യക്തമാക്കി നിലനിർത്തുന്ന ശക്തിയാണ് അവിദ്യാശക്തി. അവിദ്യാശക്തിയെ ആരാധിക്കുന്നവരാണ് പരസ്പരം പോരടിക്കുന്നത്. പണം, പെണ്ണ്, മണ്ണ് എന്നിവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതും കാളിമയാർന്ന ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ട് ഇരുളിമയാർന്ന കാളിയെ അല്ല
വെണ്മയാർന്ന ശാരദയെയാണ് അറിവിനായി ആശ്രയിക്കേണ്ടത്. ഗുരു ഭദ്രകാളി അഷ്ടകവും കാളി നാടകവും ദേവീസ്തവവും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഭദ്രകാളി അഷ്ടകം എഴുതിയത് ഒന്ന് പഠിക്കണം നമ്മൾ. പ്രപഞ്ചശക്തിയുടെ രൗദ്രതാളം, സൃഷ്ടി, ലാസ്യം, ശൃംഗാരം ഒക്കെയായി നിറഞ്ഞിരിക്കുന്ന ശക്തിയെ സ്തുതിച്ചിട്ട് ഗുരു പറയുന്നു, നീ എനിക്ക് മായാപരീക്ഷണങ്ങൾ ഇല്ലാതാക്കി ശരീരബോധം വെടിഞ്ഞ് ശരിയായ അറിവിലേക്ക് വഴികാട്ടിയാലും. ഉദാഹരണമായി ഗുരു കാളിനാടകം ചൊല്ലി അവസാനിപ്പിക്കുന്നത് നോക്കൂ. പണം പെണ്ണിലും മണ്ണിലും ചെന്നു ബുക്കാശ്വസിച്ചാത്ത ഗുണം കെട്ടു ദുഃഖിച്ചു പോവാനയക്കൊല്ലഹം ദേഹമെന്നോർത്തു സത്വാദിയാം മുക്കുണം കെട്ടു പെട്ടോരു മായാവിലാസം ക്ഷണം ക്ഷീണലോകപ്രപഞ്ചപ്രവാഹം ക്ഷണജ്യോതിരാചന്ദ്രതാരം നമസ്തേ ശിവാംബ നമസ്തേ നമസ്തേ. പണം, പെണ്ണ്, മണ്ണ് എന്നിവയിൽ മനസ്സുടക്കി അവയിലെല്ലാം സുഖം കണ്ടെത്താൻ കൊതിച്ച് ജീവിതം നിഷ്ഫലമാക്കാൻ നീ അനുവദിക്കരുത്. സത്വം, രജസ്, തമസ് എന്നീ ഗുണങ്ങൾ കൂടിക്കലർന്ന മായാരൂപത്തിലുള്ള നിന്റെ ചലനം മാത്രമാണ് ഈ ദേഹവും മനസ്സുമെന്ന് വിവേകത്തോടെ അറിയാൻ എനിക്ക് സാധിക്കണം. ഞാൻ മാത്രമല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിന്റെ മായാശക്തിയുടെ കണിക മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു എന്നാണ് കാളിയോട് ഗുരു പറയുന്നത്. രഹസ്യമറിയുന്നവനെ കാളി പിന്നെ പരീക്ഷിക്കില്ല. രഹസ്യമറിയാത്തവരെ കളിപ്പിച്ച് ലീലയാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ പെട്ടുപോയാൽ ജന്മദുരിതങ്ങൾ മാറി മാറി അനുഭവിച്ച് ജനിമൃതി ചക്രത്തിൽ ഒരിക്കലും മോചനമില്ലാതെ നാം കിടന്നുഴറും. ആ ഉഴർച്ചയിൽ നിന്ന് രക്ഷിക്കാനാണ് ജനനീ നവരത്ന മഞ്ജരിയിൽ വിദ്യാശക്തിയായ ശാരദയെ ഗുരു അഭയം പ്രാപിക്കുന്നത്. ശാരദയും സരസ്വതിയും. ശാരദ എന്നാൽ ശരത്കാലത്തിലുണ്ടായവൾ എന്നാണ്. ശരത്കാലം വെണ്മ നിറഞ്ഞ ആകാശക്കാഴ്ചകളുടേതാണ്. വെള്ളത്താമരയിൽ ഇരിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. വെളിച്ചത്തിൻ്റെ പ്രതീകമായ ശ്വേതപത്മം, ശ്വേതവസ്ത്രം എന്നിവയാണ് ശാരദയുടെ രൂപം. കാളിമയുടെ വിപരീതമാണ് ധവളപ്രകാശം. ഒരു കോടി ദിവാകര പ്രഭയോടെ സത്യബോധം തെളിച്ചു തരാൻ കഴിവുള്ള വിദ്യാശക്തിയാണ് ശാരദ. 4 കൈകളിലായി ധർമ്മബോധത്തിൻ്റെ പ്രതീകമായ ഗ്രന്ഥം, അർത്ഥത്തിൻ്റെ പ്രതീകമായ പൂർണ്ണകുംഭം, കാമത്തിൻ്റെ പ്രതീകമായ പഞ്ചവർണ്ണക്കിളി, മോക്ഷത്തിൻ്റെ പ്രതീകമായ ചിന്മുദ്ര എന്നിവയാണ് ശാരദ ധരിച്ചിരിക്കുന്നത്. പത്മാസനസ്ഥയാണ്. തളിരിളം തണ്ടുള്ള താമരയിൽ എങ്ങനെ ഇരിക്കും എന്നാണ് ചിലർ ചോദിക്കുന്നത്. വലിച്ചു കെട്ടിയ കമ്പിയിലൂടെ സർക്കസുകാരൻ നടക്കുന്നതെങ്ങനെയാണ്? ശ്രദ്ധയിലൂടെ നേടിയെടുത്ത ഏകാഗ്ര പരിശീലനമാണ് സർക്കസുകാരനെ സഹായിക്കുന്നത്. ശ്രദ്ധയുടെയും ഏകാഗ്രതയുടെയും പ്രതീകമാണ് താമരത്താരിലുള്ള ദേവിയുടെ ഇരിപ്പ്. എന്താണ് ശാരദയും സരസ്വതിയും തമ്മിലുള്ള സങ്കല്പ വ്യത്യാസം? സരസ്വതി എന്നാൽ രസത്തോടു കൂടിയവൾ എന്നാണ് അർത്ഥം. സാഹിത്യം, സംഗീതം, ശില്പം, നൃത്തം, നാടകം എന്നിങ്ങനെ രസത്തെ ജനിപ്പിക്കുന്ന കലകൾക്ക് നാഥയായവൾ എന്നാണ് സരസ്വതിയുടെ സാരം. എന്നാൽ ശാരദ നിത്യപ്രകാശ സ്വരൂപിണിയാണ്. സുകുമാര രസങ്ങൾ വിദ്യാരൂപങ്ങളാണെങ്കിലും അവയ്ക്ക് മായാബന്ധമുണ്ട്. മായാബന്ധം വിടാത്തവർക്ക് സരസ്വതി വിദ്യാദേവതയാണ്. മായാബന്ധത്തിൻ്റെ ചുറ്റുകൾ അഴിച്ച് അറിവിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ശാരദയാണ് ആശ്രയിക്കാവുന്ന വിദ്യാസങ്കല്പം. 8 ചുറ്റുള്ള കർമ്മപാശത്തെ അഴിക്കുന്ന അമ്മ. 8 ചുറ്റുകളായാണ് കർമ്മപാശം മനുഷ്യനിൽ പിടിമുറുക്കിയിരിക്കുന്നത്. അത് അഴിയുന്നതാണ് മോക്ഷം. കർമ്മം ചെയ്ത് അഴിച്ചെടുക്കണം. അത് ഓർമ്മിപ്പിക്കുന്നതിനായി അഷ്ടകോൺ ആകൃതിയിലാണ് ശാരദയ്ക്ക് മഠം പണിതത്. ശാരദാമഠത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നാം 8 ചുറ്റുകളെ പ്രതീകാത്മകമായി അഴിക്കുകയാണ്. സമ്യക് ദൃഷ്ടി,
സമ്യക് സങ്കല്പം, സമ്യക് വാക്ക്, സമ്യക് കർമ്മം, സമ്യക് ആജീവം, സമ്യക് വ്യായാമം, സമ്യക് സ്മൃതി, സമ്യക് സമാധി എന്നിവയാണ് ശ്രീബുദ്ധൻ ജീവിത ലക്ഷ്യപ്രാപ്തിക്കായി ഉപദേശിച്ച 8 വിദ്യാമാർഗങ്ങൾ. അത് സൂചിപ്പിക്കുന്നതാണ് അഷ്ടകോൺ ഉള്ള ബുദ്ധമന്ദിരങ്ങൾ. ശാരദാമഠത്തിന് അഷ്ടകോൺ നിർമ്മിതി തിരഞ്ഞെടുത്തതിലൂടെ ബുദ്ധൻ്റെ അഷ്ടാംഗമാർഗം ശീലിച്ച് കർമ്മപാശത്തിൻ്റെ 8 കെട്ടുകളഴിച്ച് സ്വതന്ത്രമാകുക എന്ന ലക്ഷ്യമാണ് ഗുരു നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. പരമമായ സ്വാതന്ത്ര്യമാണ് മോക്ഷം എന്ന് പറയുന്നത്. മോക്ഷമാണ് ശരിയായ സ്വാതന്ത്ര്യം. അത് നേടുന്നത് വിദ്യ അഭ്യസിച്ച് ത്യാഗപൂർണമായ ജീവിതത്തിലൂടെയാണ്. ഈ കാണുന്ന പ്രപഞ്ച വ്യവഹാരങ്ങളെല്ലാം ഇല്ലാത്ത മായയിൽ ഉണ്ടായി കാണപ്പെടുന്നതാണ്. ഇതെല്ലാം അറിവിലാണ് പൊന്തി കാണപ്പെടുന്നത്. പൊന്തുന്നതൊക്കെയും അനിത്യമാണ്. താങ്ങായി നിലകൊള്ളുന്നത് മാത്രമാണ് സത്യം. ഈ രഹസ്യം ജഗജ്ജനനിയായ അമ്മയോട് പറഞ്ഞിട്ട് ഈ മായാബുദ്ധിയിൽ നിന്നും മാറികടക്കാനുള്ള വഴിയും അമ്മയോട് തന്നെ ചോദിക്കണം. വിദ്യാപ്രദായിനിയായി അമ്മയെ തന്നെ സ്വീകരിക്കണം. എല്ലാത്തിനും മേലെയായിരിക്കുന്ന മൂലമതിൽ നിന്ന് നിന്റെ ലാസ്യനടനം കൊണ്ട് സംഭവിക്കുന്നതാണ് പ്രപഞ്ച വ്യവസ്ഥ. അത് നാടകമായതിനാൽ സത്യം തിരിച്ചറിയാതിരിക്കാൻ നീ ഒരു ലീലാപടം കൊണ്ട് സത്യത്തെ മറച്ചിരിക്കുകയാണമ്മേ. അതെനിക്ക് ബോധ്യമായി. ഈ മായാ മൂടുപടം തുറന്ന് നീ എന്നെ അറിവിലേക്ക് നയിച്ചാലുമെന്ന് ജനനീ നവരത്ന മഞ്ജരിയിലൂടെ ഭഗവാൻ മൊഴിയുന്നു. വിദ്യാഭ്യാസ പദ്ധതിയുടെ അമ്മ സിലബസായി കാണണം ഈ കൃതി. നിത്യാനിത്യ വിവേകം ഉണ്ടാക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. നിത്യമേത് എന്നറിഞ്ഞാൽ അതിനെ സാക്ഷാത്കരിക്കലാകും നമ്മുടെ വിദ്യാഭ്യാസം. അറിഞ്ഞില്ലെങ്കിൽ അനിത്യമായ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് മാത്രമായി നമ്മുടെ വിദ്യാഭ്യാസം ഒതുങ്ങും. വിസ്തൃതമായ ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഏതെങ്കിലും മറഞ്ഞു കിടക്കുന്ന മൂലകങ്ങളെ കണ്ടെത്തിയിട്ട് അതിൽ സന്തോഷിച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കും. അതിൻ്റെ പേരിൽ ജോലിയും പണവും സമ്പാദ്യങ്ങളും പുത്രമിത്ര കളത്രവുമൊക്കെ ഉണ്ടാകും. അവ മൂലമുള്ള സങ്കടങ്ങളായി മാറും ജീവിതം. എന്നാൽ നിത്യത്തെക്കുറിച്ചറിഞ്ഞാൽ പിന്നെ ഒന്നിനെ അറിഞ്ഞാൽ മതി. എല്ലാത്തിനും കാരണമായ ഒന്നിനെ അറിയുന്നതാവണം വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അവിദ്യാശക്തിയുടെ പിടിയിൽപ്പെട്ടിരിക്കുകയാണ്. അതാണ് വിദ്യാസമ്പന്നർ പോലും കലി ബാധിച്ചവരെ പോലെ പെരുമാറിയും ജീവിച്ചും ലോകത്തിൻ്റെ സമാധാനം നശിപ്പിക്കുന്നത്. അറിവ് ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. അറിവിനെ മൂടും അനിത്യമായയാമീ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ എന്നാണ് വിവേകോദയത്തെക്കുറിച്ച് ഭഗവാൻ ആത്മോപദേശ ശതകത്തിൻ്റെ 35-ാം പദ്യത്തിൽ പറയുന്നത്. ഒരു സൂര്യനല്ല, 10,000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചുയരുന്നതുപോലെയാണ് വിവേകബുദ്ധി തിളങ്ങുന്നത്. ആ വെളിച്ചം ഉദിച്ചാൽ പിന്നെ സംശയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. എല്ലാ ജീവരഹസ്യങ്ങളും വെളിച്ചത്താകും. ഇരുട്ട് അവിടെ നിഴൽ പോലും തീർക്കില്ല. അവിദ്യാശക്തിക്ക് നാടകമാടാൻ സാധിക്കില്ല. ഇരുട്ട് ഇല്ലാത്തതാണ്. വെളിച്ചം മറയ്ക്കപ്പെട്ട അവസ്ഥ മാത്രമാണ് ഇരുട്ട്. അവിദ്യാശക്തിയും വിദ്യാശക്തിയും ഒന്നായി മേവുന്ന ഇടമാണ് വിവേകബുദ്ധി. ഗുരു ശിവൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വിവേകബുദ്ധിയെയാണ്. അക്ഷരജ്ഞാനത്തിലൂടെ അക്ഷരബോധത്തിലേക്കും അമ്മ സ്നേഹത്തിലൂടെ അറിവിൻ്റെ ലോകത്തേക്കും സഞ്ചരിക്കുന്നവർ എത്തിച്ചേരുന്ന ദൈവസന്നിധിയാണ് വിവേകവൃത്തി എന്ന് പറയുന്ന ഇടം. അവിടെ എത്തിയവർക്ക് മാത്രമേ ഈശ്വരൻ്റെ ശരിയായ സ്വരൂപം അറിയാൻ സാധിക്കൂ. നാം ഈ ലോകത്ത് നയിക്കുന്ന സാധാരണ ഉണ്ടുറങ്ങിയുള്ള വ്യക്തിജീവിതം അജ്ഞതയുടെയും സംശയത്തിൻ്റെയും അവ്യക്തതയുടേതുമാണ്. നമ്മെ പിടിച്ചുലയ്ക്കുന്ന
പല പ്രതിസന്ധികളുടെയും യഥാർത്ഥ കാരണം പോലും പലപ്പോഴും നമുക്കറിയാൻ സാധിക്കാറില്ല. അതാണെന്നും ഇതാണെന്നും കരുതി നാം ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ ഇരട്ടി ദോഷം വരുത്തുകയും ചെയ്യും. അതിനാൽ അറിയേണ്ടതിനെ അറിഞ്ഞ് അതുമാത്രമായിരിക്കണം. അപ്പോൾ ജീവിതം വഴിതെറ്റില്ല. ഇനിയും പലതും അറിയാനുണ്ട്, ഇനിയും പലതും നേടാനുണ്ട് എന്ന തോന്നൽ നമ്മിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അജ്ഞതയും അതൃപ്തിയും നമ്മിൽ ബാക്കി നിൽക്കുന്നു എന്നാണ് അർത്ഥം. ഈ സ്ഥിതി ഇല്ലാതാക്കാൻ നിർവികൽപ്പ ജ്ഞാനോദയം സംഭവിക്കണം. അതാണ് ശരിയായ അറിവ്. അതിന് 7 സംസാര സമുദ്രങ്ങളാണ് നാം കടക്കേണ്ടത്. ജിജ്ഞാസാനിവൃത്തി, ചികീർഷാനിവൃത്തി, ജിഹാസാനിവൃത്തി, പ്രേപ്സാനിവൃത്തി, ശോകനിവൃത്തി, ഭയനിവൃത്തി, സർവസങ്കല്പനിവൃത്തി എന്നിവയാണ് ആ 7 സമുദ്രങ്ങൾ. ഇനിയൊന്നും അറിയാനില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, ഇനിയൊന്നും ഉപേക്ഷിക്കാനില്ല, ഇനിയൊന്നും നേടാനില്ല, ശോകമില്ല, ഭയമില്ല, സങ്കല്പമില്ല എന്നീ അനുഭവതലമാണ് അറിവിൻ്റെ തലം. മായ മാറി പൂർണ്ണ സൂര്യോദയം പോലെ ബുദ്ധി പ്രകാശിക്കുന്ന മനുഷ്യനായി മാറുക, അതുമാത്രമാണ് അന്ധകാരമയമായ ലോകദുരിതങ്ങളിൽ നിന്ന് മുക്തനാകാനുള്ള ഏക മാർഗം. കവർ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇനി നമുക്ക് ഗുരുസ്തവത്തിൻ്റെ 5-ാം പദ്യം ഒന്ന് നോക്കാം. മോഹാകുലരാം ഞങ്ങളെയങ്ങേടയടിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കേട്ടിഴപ്പൂ ആഹാ ബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാഹാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. പക്ഷേ ഞങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. എന്തെന്നാൽ ഞങ്ങൾ മോഹാകുലരാണ്. ജീവിതത്തിൽ ആഗ്രഹം വെടിഞ്ഞ ഒരു നിമിഷം പോലും ഞങ്ങളെ സംബന്ധിച്ച് ഇല്ല. മോഹസാഫല്യമാണ് ജീവിത സുഖം എന്നു കരുതുന്നവരാണ് ഞങ്ങൾ. ഒരു മോഹം സാധിക്കാൻ ആയുസ്സും വപുസ്സും ചെലവഴിച്ച് ശ്രമിക്കുന്നു. അത് സാധിച്ചാലുടൻ അടുത്ത മോഹം വന്നു പിടികൂടുന്നു. മരണം വരെയും ഇതിൻ്റെ പാശത്തിൽ നിന്ന് മോചനമില്ല. അങ്ങനെയുള്ള ഞങ്ങൾക്ക് സത്യത്തോടോ ദൈവത്തോടോ യാതൊരു കൂറുമില്ല. എല്ലാവരും ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ധനം, കീർത്തി, ആയുസ് എന്നിവ കുറച്ചുകൂടി ചോദിച്ചു വാങ്ങാനാണ്. ഇവയെല്ലാം നശിക്കുന്നതാണ്. ഒടുവിൽ നമുക്ക് പരിപാലിച്ചുകൊണ്ട് നടക്കുന്ന ശരീരവും നയിച്ചുകൊണ്ട് നടക്കുന്ന മനസ്സും സുഖമനുഭവിക്കാൻ കൊണ്ടു നടക്കുന്ന ഇന്ദ്രിയങ്ങളുമെല്ലാം ഉപേക്ഷിച്ച് മരണപാണത്തെ പുൽകേണ്ടി വരുന്നു. എന്നിട്ടും ഞങ്ങൾ യാഥാർത്ഥ്യമറിയാതെ മോഹാകുലരായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ദുഃഖകാരണമായ മോഹത്തെ വിടാതെ പിടിച്ചു വെച്ചിട്ട് അത് നൽകുന്ന സങ്കടങ്ങളും പേറി വാവിട്ടു കരയുകയാണ്. അങ്ങനെയുള്ള അറിവില്ലാത്ത ജനങ്ങളെ എല്ലാ പണ്ഡിതന്മാരും ഋഷീശ്വരന്മാർ പോലും അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. എന്തെന്നാൽ ഞങ്ങൾക്കൊപ്പം കഴിയുക, ജീവിക്കുക, ഞങ്ങളെ നന്നാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നതൊക്കെ വിജയിക്കാൻ സാധ്യതയില്ലാത്ത പ്രവൃത്തികളാണ്. അങ്ങനെ ശ്രമിച്ചവരെയൊക്കെ ദ്രോഹിക്കുകയോ ജീവഹാനി വരുത്തുകയോ ചെയ്തവരാണ് ഞങ്ങളുടെ പൂർവിക ജനം. എന്നിട്ടും അവിടുന്ന് സ്നേഹമാകുന്ന പാശം കെട്ടി ഞങ്ങളെ അവിടുത്തെ ഹൃദയാനുകമ്പയിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. പാണ്ഡിത്യം വിളമ്പലല്ല ഗുരുവിൻ്റെ രീതി. ദയാപൂർവമുള്ള ഇടപെടലിലൂടെ വിഷയങ്ങളിൽ വിഷമിക്കുന്നവർക്ക് ആശ്വാസം നൽകലായിരുന്നു. ശരീരം മിഥ്യയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആഗ്രഹം വെടിഞ്ഞ് ജീവിച്ചാൽ സുഖം കിട്ടുമെന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റെ ജീവിത വിഷയങ്ങളെ തൃണവൽഗണിക്കുകയല്ല ഗുരു ചെയ്തത്. അൻപാർന്ന ഹൃദയവുമായി അവർക്ക് ആശ്വാസം നൽകാനാണ് ശ്രമിച്ചത്. പാവങ്ങളുടെ വസതികളിലും കുടിലുകളിലും കടന്നു ചെന്ന് അവർക്ക് അനുഗ്രഹഹസ്തം നീട്ടിയ മറ്റാരും ഗുരുവിനു സമാനമായി ഇവിടെ ഉണ്ടായിട്ടില്ല.
ആ നന്ദിപൂർവമുള്ള സ്മരണയിൽ ഞങ്ങൾക്ക് അവിടുന്നിനെ വിട്ടു ജീവിക്കാൻ സാധിക്കുന്നില്ല. അത്രയും സ്നേഹം നൽകി അവിടുന്ന് ഞങ്ങളെ സത്യബോധത്തിലേക്ക് കെട്ടിയിഴച്ച് വലിക്കുകയാണ്. ആലംബമില്ലാതെ പോയവർക്കെല്ലാം ആശ്വാസമാണ് ഗുരുവിൻ്റെ സാന്നിധ്യം. ഇങ്ങനെയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകുമെന്ന് അവർ കരുതിയതേയില്ല. ദൈവം പോലും കൈവെടിഞ്ഞല്ലോ എന്ന് നിരാശപ്പെട്ട് എല്ലാം വിധിയെന്നു കരുതി സഹിച്ചു ജീവിച്ചവർക്കിടയിലേക്കാണ് ഭഗവാൻ കടന്നു വന്നത്. ആ സാന്നിധ്യം അനുഭവിച്ചവർക്കൊക്കെയും സ്വർഗീയമായ സുരക്ഷാബോധമാണുണ്ടായത്. അവർ ഒന്നടങ്കം ആ തിരുനാമം ഉരുവിട്ടുകൊണ്ട് ആ പാവനപാദങ്ങൾ പിന്തുടരുകയാണ്. അവർ ജീവിക്കുന്നതും ചിന്തിക്കുന്നതും വ്യവഹരിക്കുന്നതുമെല്ലാം അങ്ങയുടെ തിരുനാമം നൽകുന്ന ഉൾബലത്താലാണ്. പ്രാണവായുവിനേക്കാൾ പ്രിയമുള്ളതാണ് ഭക്തർക്ക് അവിടുത്തെ തിരുനാമം. ആ നാമം വിശ്വസിച്ചവർക്കും ഉരുവിട്ടവർക്കും അതിനെ പിന്തുടർന്നവർക്കും ജീവിതം വിജയിക്കാനുള്ളതായിരുന്നു. അവർ വിജയിച്ചു. അതു കണ്ട് ലക്ഷങ്ങൾ അവരുടെ പാത പിന്തുടർന്ന് അവിടുത്തെ തിരുനാമത്തെ സ്വീകരിച്ചിരിക്കുന്നു. അതിനിയും ബഹുലക്ഷമായി ഉയരും. എന്തെന്നാൽ മനുഷ്യർക്ക് ഗുരുനാമം പോലെ കറകളഞ്ഞ് വിശ്വസിക്കാവുന്ന മറ്റൊരു നാമവും ഇവിടെ ഇല്ല എന്നതാണ്. ഗുരുസ്തവം അർത്ഥപഠനം അവസാനിക്കുന്നു. ഇന്നത്തെ വിഷയങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വിഷയങ്ങളും ഗുരുസ്തവം പഠനവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്തേ.